നമസ്കാരം. മൈ നെയിം ഈസ് ജെയ്ന, ഡയറക്ടർ ഓഫ് വോക്കിഡ്സ് പ്രീ സ്കൂൾ തമ്മനം. നമ്മുടെ പേരൻസിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വരുന്ന ധാരാളം എൻക്വയറീസിൽ മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഏജ് ഫോർ പ്രീ സ്കൂൾ? 2.5 ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം കുഞ്ഞുങ്ങളെ പ്രീ സ്കൂളിൽ ചേർക്കാൻ. അതിന് കാരണമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 2 തലമുണ്ട്. ഒന്ന് അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബർത്ത് 2 മുതൽ 1 ഏജ് 2 ഏജ് 2.5. ഈ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ഏറ്റവും കൂടുതൽ അവർ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു ടൈമാണ്. അവർ വളർന്നു വരുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ സറൗണ്ടിങ് ആവട്ടെ, പേരൻസിനെയും അവർക്ക് വരുന്ന ആ ചുറ്റുമുള്ള സറൗണ്ടിങ്, അവരെന്ത് കാണുന്നോ, മറ്റുള്ളവരെന്ത് പ്രവർത്തിക്കുന്നോ അതവർ ഏറ്റവും കൂടുതൽ അബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ അവർ ഒബ്സർവേഷൻ ചെയ്യും. അത് നമ്മുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം അവർ അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് ഈ നമ്മളൊരു പ്രീ സ്കൂൾ ജോയിൻ ചെയ്യുന്ന ഒരു 2.5 ഏജിൽ പ്രീ സ്കൂൾ ജോയിൻ ചെയ്യുന്ന ഒരു കുഞ്ഞ്, അവരെ ഇപ്പം നമ്മുടെ സ്കൂളിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 6 മന്ത് ഒബ്സർവേഷൻ കൊടുക്കും 2.5 വരുന്ന കുഞ്ഞുങ്ങൾക്ക്. മന്ത് നമ്മൾ അവരിൽ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് അവർക്ക് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് തന്നെയാണ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടല്ല, അവർക്ക് ഗെയിമോ അവർ പോലും അറിയാതെ അവർക്ക് കുറേ ഗെയിംസ് കൊടുക്കുക, ആക്ടിവിറ്റീസ് കൊടുക്കുക, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുക. അങ്ങനെ അവർക്ക് ബേസിക് നോളജ് നമ്മൾ കൊടുക്കുകയാണ്. അതോടൊപ്പം സോഷ്യൽ അവയർനെസ്, സെൽഫ് കോൺഫിഡൻസ്, ഓർഡർ ലൈൻ, ഷെയറിങ് മെൻറ്റാലിറ്റി, ഇതെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ, അവരറിയാതെ തന്നെ അവരിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഗെയിം, ആക്ടിവിറ്റീസ് എല്ലാമാണ് നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോസിറ്റീവിലേക്ക് അവരെ കറക്റ്റ് ഗൈഡ് ലൈൻ കൊടുക്കുക, എന്നിട്ട് സമൂഹത്തിന് നന്മയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ പേരൻസുമായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കും. നമ്മൾ അപ്ഡേറ്റ് അവരുടെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് കുട്ടികൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കൂളിൽ, അവർക്കും അവരെയും കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഓരോ കുട്ടിക്കും ഓരോ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഫയൽ എടുത്തു കഴിഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തിൽ എന്താണ് അതിനെ എല്ലാം നമ്മൾ ഒരേപോലെ ആക്കുകയാണ്. ഇപ്പോൾ ഹൈ എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിലും ഇത് ഇപ്പോൾ സാധാരണ ഒരു എഡ്യൂക്കേഷൻ, പക്ഷെ അവരെയൊക്കെ നമ്മൾ ഗൈഡ് ലൈൻ കൊടുത്ത് ഒരേ രീതിയിൽ ഒരു സോഷ്യൽ അവയർനെസ് അവർക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ രീതി. പിന്നെ 2.5 ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങളെ ചേർക്കാൻ. അവർ കുഞ്ഞാണല്ലോ എന്ന് ഓർക്കണ്ട. നമുക്ക് ഒരു 2.5 മുതൽ ഒരു 7 ഏജിനുള്ളിൽ ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഗൈഡ് ലൈൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ലൈഫും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഏത് സാഹചര്യത്തിൽ പോയാലും അവർക്ക് അവിടെ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ 7 ഏജിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സോഷ്യൽ അവയർനെസ്, ഷെയർ മെൻറ്റാലിറ്റി, ഓർഡർ ലൈൻ, അതുപോലെ തന്നെ അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം കൊടുക്കാൻ ശ്രമിക്കുക.